ഇത് വെറും ചാണകബുദ്ധി കാര്യം പറയരുത്. ഇതിനകത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ചൈന എന്ന് പറഞ്ഞാൽ അവൻ ഓപ്പൺ ചെയ്ത് കിട്ടി ഒരു മാർക്കറ്റ് വേണ്ടി. ഇത്രയും ബില്യൺ സാധനം, ഇന്ത്യയുടെ സാധനം അമേരിക്ക തൽക്കാലം വേണ്ടാന്ന് വെച്ച് ചൈന അതുകൊണ്ട് കയറി ഇങ്ങ് വരും. എനിക്കറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് തിരുപ്പൂരിലും കോയമ്പത്തൂരിലും ഈ പറയുന്ന ഈ നോയിഡയിലും അതേപോലെ തന്നെ കപ്പൂർത്തലയിലും സൂററ്റിലും അമേരിക്കയിലോട്ട് ഗാർമെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നവർ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്നവർ. അവരെന്തോ പറഞ്ഞതെന്നറിയോ? അവർ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. വിയറ്റ്നാം എങ്കിൽ വിയറ്റ്നാം, ബംഗ്ലാദേശ് എങ്കിൽ ബംഗ്ലാദേശ്. കാരണം അവൻ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബ്രാൻഡാണ് അത്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവത്തില്ല. ഒരു ചെറിയ മാടക്കടയിട്ട് സിഗരറ്റ് വിൽക്കാൻ, മുറുക്കാൻ കട, ചെറിയ സാധനങ്ങൾ വിൽക്കാൻ ഇടുന്നയാൾ ഒരു ദിവസം കൊണ്ട് അവന് ബിസിനസ് ഉണ്ടാകാൻ പറ്റൂ? അതിനൊരു വിശ്വാസവും പരിചയവും അന്യോന്യമുള്ള വിശ്വാസത്തിലാണ് ബിസിനസ് എപ്പോഴും നടക്കുന്നത്. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതാണ് ബിസിനസ് എന്റർപ്രനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ തള്ളിക്കളയരുത്. മലയാളിക്ക് എന്റർപ്രനേഴ്സ് ബിസിനസ് എന്നൊക്കെ പറയുന്ന ബൂർഷ മുതലാളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ബിസിനസ് അങ്ങനല്ല, വിശ്വാസമാണ്, ട്രസ്റ്റാണ്.